ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖൗലു ഫീ മആസിൽ ഖൽബ്. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിവരിക്കുന്നതിലുള്ള ചർച്ച. ഇതിലും നീ അറിയണം, അന്ന സിഫാത്തിൽ മദ്മൂമത്ത ഫിൽ ഖൽബി, ഹൃദയത്തിൽ ഉള്ളതായ മോശപ്പെട്ട സ്വഭാവങ്ങൾ കഥീർത്തുൻ ധാരാളമാണ്. തത്ഹീറുൽ ഖൽബി മിൻ റദാഇലിഹ, ആ സിഫത്തുകളെ കൂട്ടത്തിൽപ്പെട്ട മോശമായ സിഫത്തിനെ തൊട്ട് ഹൃദയനെ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞത് തൊവീലത്തുൻ അല്ലെ തൊവീലുൻ, ദീർഘമാണ്. ഇപ്പോൾ സബബുൽ ഇലാജി ഫീഹ ഗാമിദുൻ, അതിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ആഴമേറിയതാണ്. വഖദിന്തറസബിൽ കുല്ലിയത്തി ഇൽമുഹു വ അമലുഹു, അതിനെക്കുറിച്ചുള്ള അറിവും അതിനുള്ള പ്രവർത്തനവും ഇക്കാലത്ത് പൂർണ്ണമായും എന്ത് ചെയ്തിട്ടുണ്ട്, മാഞ്ഞു പോയിട്ടുണ്ട്. ലിഗഫറത്തിൽ ഖൽഖി, കാരണം സൃഷ്ടികളൊക്കെ അന്തം വിട്ടതിന് വേണ്ടി അൻഫുസിഹിം, സ്വശരീരങ്ങളെ തൊട്ട്, ഇസ്തിഗാലിഹിം, അവർ ജോലി അതിന് വേണ്ടി, ബിസഹാരിഫി ദുനിയ, ദുന്യവിയായ ആഡംബരങ്ങളെ കൊണ്ട്. കദിസ്തഖസൈന ദാലിക കുല്ല, അത് മുഴുവനും നമ്മൾ അടിച്ച് തുടച്ച് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ഫി കിതാബ് ഇഹിയ ഉലൂമിദ്ദീൻ, എൻ്റെ ഇഹിയ ഉലൂമിദ്ദീൻ എന്ന കിതാബിൽ. ഫി റുബൈൽ മുഹ്ലിക്കാത്തി റുജുവിൽ മുൻജിയാത്ത്, മുൻജിയാത്ത് വിരിക്കുന്ന റുബയിലും മുഹ്ലിക്കാത്ത് വിരിക്കുന്ന പറയുന്ന റുബയിലുമായിട്ട് ഞാനത് പറഞ്ഞിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ലാക്കിന്നാൻ നുഹദിറുക ലാന, എങ്കിലും ഞാൻ നിനക്കിതാ ഇപ്പോൾ എന്നെ ഭയപ്പെടുത്തുകയാണ്. സലാസം മിനൽ മഹബായിസിൽ ഖൽബി, ഹൃദയത്തിൻ്റെ ദുസ്വഭാവങ്ങളിൽ നിന്നൊരു മൂന്നെണ്ണത്തിന്. ഹിയൽവാരിബത്തു, അതാണ് ജ്വലിച്ചു നിൽക്കുന്നത്. അലാമുത്ത് ഫഖീഹത്തിൽ നസ്രി, ഇക്കാലത്തുള്ള പണ്ഡിതന്മാരുടെ മേൽ. എന്തിനാണ് മൂന്നെണ്ണം പറയണത്? മിൻഹ, അതിൽ നിന്നിനെ പിടികൂടാൻ വേണ്ടി. ഹദറക്ക, എൻ്റെ കാവലിനെ. ഫൈന ആദിച്ചമാടി മൂന്നെണ്ണം മുഹ്ലിക്കാത്തും അംഫുസിഹ, സ്വന്തം നഫ്സിൽ തന്നെ അത് മറ്റൊരു മനുഷ്യ നാശത്തിലേക്ക് തള്ളിയിടുന്നതാണ്. വഹിയ ഉമ്മഹാത്തുൻ ലി ജുംലത്തിൻ ഖബായിത്തി സിവാഹ, ഇതല്ലാത്ത മറ്റു കുറേ മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഉമ്മയാണ് ഏതെണ്ണം? ഈ മൂന്നെണ്ണം. വഹിയ, ആ മൂന്നെണ്ണം ഏതാ അറിയാം? അൽ ഹസദു വരിയ ഉവലിച്ചുപു, അസൂയ, ലോകമാന്യം, ഉൾനാട്യം. ഫജിത്തഹിദ്, ഇനി പരിശ്രമിക്കണം. ഫി തത്ഹീരി ഖൽബിക മിൻഹ, ഈ മൂന്ന് സ്വഭാവത്തിനെ തൊട്ട് ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിൽ. ഫൈൻ ഖദർത്തലേഹ, ഈ മൂന്നെണ്ണത്തിൻ്റെ മേൽ നീ കഴിവായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ മനസ്സിലാക്കണം. കൈഫിയത്തൽ ഹദിരി മിൻ വഖിയത്തിഹ, ബാക്കിയുള്ളതിൽ നിന്ന് തൊട്ടുള്ള കാവലിൻ്റെ ആകൃതി എങ്ങനെയാണ് എന്ന് നീ പഠിച്ചെടുക്കണം. എവിടുന്ന്? റുബൈൽ മുഹ്ലിക്കാത്ത്, എൻ്റെ റുബൈൽ മുഹ്ലിക്കാത്ത് എന്ന ആ ഭാഗത്തിൽ നിന്ന്. 4 റുബാണല്ലേ ഹി, അതിൽ നിന്ന് മുഹ്ലിക്കാത്തിൻ്റെ റുബ് എന്ന റുബ് എന്ന്. ഫൈൻ നജസ്താൻ ഹാദ, ഇതിനെ തൊട്ട് നീ അശക്തനാണെങ്കിൽ ഫാൻ തൻ വൈരിഹി ആജസു, മറ്റുള്ളതിനെ തൊട്ട് ഏറ്റവും കഴിവ് കേട്ടവനായിരിക്കും. ഫലാതൊന്നുന്നാനി, വിചാരിക്കേണ്ട. അന്നക തസ്ലമു, നീ രക്ഷപ്പെടും പരലോകത്ത്. പിന്നെ ഈയത്തും സ്വാരിയത്തും ഫി താലുൽ ഇൽമി, ഇൽമു തേടുന്നതിൽ നല്ല നീയത്തുണ്ടായ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഒഫീഖ്, ഏത് സീൽ ഒഫീഖ് കൽബിക്കാനിൻ്റെ കൽബിലുണ്ട് ഷെയ്ഉമിൻ ഹസദി റിയായു രുജുബി, നേരത്തെ പറഞ്ഞ മൂന്നെണ്ണുണ്ടല്ലോ, ഹസദ് റിയാവു ജുബി, ഇതിൽ നിന്ന് ഷെയ് കൽബിലുണ്ടായിരിക്കെ വെറും നല്ല നീയത്തോണ്ട് മാത്രം എന്താ രക്ഷപ്പെടുന്നില്ല. വഖദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ, സലാസു മുഹ്ലിക്കാത്തുൻ, മൂന്നെണ്ണം മനുഷ്യനെ നരകത്തിലേക്ക് തള്ളി വീഴ്ത്തും. ഒന്ന് ഷുഹ് മുത്താആണ്, ഒന്ന് അനുസരിക്കപ്പെടുന്നതായ ഷുഹ് പിശുക്ക്, വഹവ മുത്തബഅി, പിൻപറ്റപ്പെടുന്ന ഇച്ഛ, മൂന്നാമത്തെ ഇജാബുൽ മർഇ നഫ്സിഹി, ഏതൊരു മനുഷ്യൻ സ്വന്തം നഫ്സ് കൊണ്ട് പുതുമ കൊള്ളുക, എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ള തോന്നല്. അമ്മൽ ഹസദു, ഹസദ് എന്ന സാധനം, അസൂയ എന്ന സാധനം വയ്യ മുത്തശഅഇബുൻ, അത് പൊട്ടി വിടർന്ന് വരുന്ന മുളച്ചു വരുന്നതാണ്. പിന്നെ ഷുഹിൽ നിന്ന്, ഷുഹ് പിശുക്ക്. ഫൈനൽ ബഖീൽ, നിശ്ചയമായിട്ടും നമ്മൾ സാധാരണ ബഖീലന്മാരുണ്ടല്ലോ, ഹുവല്ലദി യബ്ഖലു ബിമാ ഫി യദിഹി അല ഗൈരിഹി, തൻ്റെ കൈവശമുള്ള ഒന്നുകൊണ്ട് മറ്റൊരാളുടെ മേൽ കൊടുക്കാൻ വേണ്ടി പിശുക്കുന്ന ആകാൻ സാധാരണ ബഖീലുകാരല്ലേ. എന്നാൽ ഷഹീഹോ ഷഹീഹു, ഈ ഷുഹുള്ള ആൾ പറഞ്ഞാൽ ഹുവല്ലദി, അവൻ ഒരുത്തനാണ്, യബ്ഖലു, അവൻ പിശുക്കുന്നത് ബി നിഅമത്തില്ല, അള്ളാഹ് നിഅമത്തുണ്ട്, അള്ളാഹ് നിഅമത്തരാ കിട്ടരുത് എന്നാവും അവൻ വിചാരിക്കണത്. വഹിയ മിൻ ഖസായിനി ഖുദ്റത്തിഹി ലാ ഫി ഖസായിനിഹി, അള്ളാഹ് നിയമത്ത് അള്ളാഹിൻ്റെ ഖജനാവുകളിലല്ലേ, ഇവൻ്റെ ഖജനാവിലല്ലല്ലോ. എന്നിട്ടും ഈ നിയമത്തുള്ളാഹി കൊണ്ടോ വിഷിക്കുകയാണ്. ആരുമേലിൽ അനുഗ്രഹിക്കലിനെ? അലാ ഇബാദില്ല, അള്ളാഹിൻ്റെ ഇബാദിൻ്റെ മേലിൽ അനുഗ്രഹിക്കലിനെ വിഷിക്കുക. ഫഷുഹു അഅ്ലമു, അതുകൊണ്ട് അവൻ്റെ ഷുഹാണ് അതിനേക്കാൾ അഅ്ലമ്, ഈ ബുഖലിനേക്കാൾ അഅ്ലമ്. വൽ ഹസൂദു
വൽ ഹസൂദു അസൂയക്കാരൻ ഹുവ അവൻ അല്ലതി യാതൊരുത്തനാണ് യഷുക്കു അലഹി വനുമേലി വിഷമമാകും ഇൻഅമുല്ലാഹി തആല മിൻ ഹസാഇനി ഖുദ്റത്തിഹി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കൽ അവന് വിഷമമാവും അള്ളാഹിൻ്റെ കുതിരത്തിൻ്റെ ഖജനാവിൽ നിന്ന് അല അബ്ദിൻ മിൻ ഇബാദിഹി അള്ളാഹിൻ്റെ അടിയാറുകൾപ്പെട്ട അടിമൻ്റെ മേലിൽ. എങ്ങനെയാണോ അള്ളാഹ് അനുഗ്രഹിക്കണത്? ബിൽമീൻ കുറേ വിവരണം കൊടുത്തിട്ടോ ഔ മാലിൻ കുറേ മുതൽ കൊടുത്തിട്ടോ ഔ മഹബത്തിൻ ഫി കുലൂബിൽ ഖൽഖിന്നാസി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിട്ട് പിന്നെ പ്രേമം വെച്ചുകൊണ്ട് കുറേ ഫാൻസിനെ കൊടുത്തിട്ടും ഔ ഹല്ലിമിൻ ഹുലൂലി അല്ലെങ്കിൽ അള്ളാഹിനെ ഭാഗ്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗ്യം കൊണ്ടൊക്കെ ഹത്ത എത്രത്തോളം ഇന്നഹൂല യുഹിബ്ബു സവാല ഹാൻഹു എന്നിട്ട് എന്ത് ചെയ്യാണ് ഇവൻ്റെ കുഴപ്പമെന്നറിയോ? ആ അനുഗ്രഹം ഈ ആനത്തൊട്ട് നീങ്ങിപ്പോകാൻ അവനാ ഇഷ്ടപ്പെടുന്നത്. വൈല്ലം യസുല്ലഹൂമിൻ ദാലിക മസ്ലഹത്തുൻ ഈ വസു വെച്ചുകൊണ്ടായിട്ട് എന്ത് ചെയ്തിട്ടൊന്നുമില്ല, ഓനെ കൊണ്ടുവല്ല മസ്ലഹത്തൊന്നും അസുരായിട്ടൊന്നും അല്ല, എന്നാലും ഓനോനെ കൽബിലിങ്ങനെ ആഗ്രഹിക്കുകയാണ്. വാദ മുന്തഹൽ ഹബസി വൃത്തികളിൽ അങ്ങേ തലയല്ലേ ഇത്. വലുതാലിക്ക കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞത് അല്ലസു യക്കുൽ ഹസനാത്തി ഈ അസൂയ എന്ന് പറഞ്ഞത് സൽക്കർമ്മത്തെ തിന്നുകളയും. കമാ തയക്കുലിൻ നാറുൽ ഹത്തബ വിറക് വിറകിനെ തീ തിന്നു കളയും പോലെ തൻ്റെ സൽക്കർമ്മത്തെ തൻ്റെ കൽബിനകത്തുള്ള അസൂയ തിന്നു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഹബായിസിൻ്റെ വൃത്തികേടിൻ്റെ അങ്ങേ അറ്റാണ് ഈ അസൂയ എന്ന് പറഞ്ഞ സംഗതി. പടച്ചോൻ നമ്മളതിനകത്തോട്ട് കാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസീദു മൻ ഒരുത്തൻ ഏറെ ചെല്ലണം. എങ്ങനത്തെ ഒരുത്തൻ? കൊല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യസീദ് ഫി റുക്കോയ് ചെയ്യുമ്പോൾ ഏറ്റണം എന്ന് നമ്മൾ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ആരാണത്? ഒറ്റക്ക് സ്കരിക്കുന്നവനിക്കും എണ്ണത്തെട്ടപ്പെടുത്ത തൃപ്തിയുള്ള മൗമൂയങ്ങളുടെ ഇമാമും. അവർ ഏറ്റണം. അഹ്ലുസ്സനാഇ വൽ മജിദി അഹഖുമാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിയ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ അനഅത വലാ യൻഫഉ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് ഏറ്റണം. ആര്? റുക്കൂയിലേറ്റാൻ അവകാശമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരില്ലേ, അവർ ഈ ഏറ്റിദാലിൽ എന്തേറ്റണം? ഈ പറയുന്ന ദിക്റിനെ ഏറ്റണം. എല്ലാവർക്കും പറ്റൂല. പിന്നെ എന്തായതിനർത്ഥം? അഹ്ലാന്ന് അഹ്ലു എന്നും വായിക്കട്ടോ. അഹ്ലസനായി പുകഴ്ത്തപ്പെടലുടയവനെ, വൽ മജിദി വളർമയും ഉടയവനെ, ഹക്കുമാക്കാലൽ അബ്ദ് ഒരടിമ പറയുന്നതിൽ ഏറ്റവും സത്യസന്ധമായ വാക്ക്, കൊല്ലുനാലൊക്കെ അബ്ദുൻ നമ്മളൊക്കെ നിൻ്റെ അടിമകൾ തന്നെയാണ്. എന്താണ് ആ വാക്ക്? ലാമാനിയലും മായത്തൈത്ത എന്നാണ്. ലാമാനിയ മുടക്കുന്നവരില്ല, അലിമായത്തേത്താനി കൊടുത്തതിന് മുടക്കുന്നവരില്ല, വലാമുഴത്തലിമാമനത്താരി മുടക്കിയതിന് കൊടുക്കുന്നവരുമില്ല. വലാമുഴത്തിയ കൊടുക്കുന്നവരില്ല, ലിമാമനത്താനി മുടക്കിയതിന്. നീ മുടക്കിയതിനെ കൊടുക്കാനോ നീ കൊടുത്തതിന് മുടക്കാനോ ആരുമില്ല. വലായംഫോദൽ ജദ്ദി സമ്പത്തുള്ളവനിക്ക് ഉപകാരം ചെയ്യൂല. മിൻകാൻ നിൻ്റെ അടുക്കൽ അൽ ജദ്ദു സമ്പത്ത് ഉപകാരം ചെയ്യൂല. നാളെ മാസരിക്ക് ചെല്ലുമ്പോഴേ യോമലായംഫോ മാലും വലാ ബനൂൻ മുതലും മക്കളുണ്ടിട്ടൊന്നും കാര്യമില്ല. മാസരി ചെല്ലുമ്പോൾ അമലും ആണോ? സുമ്മയസ്തുതു പിന്നെ സുജൂദുക്ക് പോകണം. സുറൂത്തു ഇജ്സാ ഇഹി അജ്സാ വായിക്കരുതോ, ഇജ്സാ. അത് ഈ സുജൂദ് മതിയാകാനുള്ള ഷർത്തുകൾ 3 നോക്കുക. അയ്യുബാഷിറ മുസല്ലാഹു അവൻ നിസ്കരിക്കുന്ന സ്ഥലവുമായി ഇണങ്ങണം. ബി വാൽ ജബുഅത്തി നെറ്റിയിൽ നെൽപ്പം കൊണ്ട് ഇണങ്ങണം. നെറ്റിയൊക്കെ മൂടി കെട്ടി ഇങ്ങനെ ഉണ്ടാക്കിച്ചിങ്ങാണ്ട് തടി കെട്ടുമ്പോൾ സുജൂദ് എന്താവില്ല. നെറ്റിയിൽ നിന്ന് അല്പം കൊണ്ട് ഇവിടെ ഇണങ്ങണം. മക്ഷൂഫൻ തുറക്കപ്പെട്ട നിരയിലുള്ള നെറ്റി കൊണ്ട് അല്പം കൊണ്ട് എന്ത് ചെയ്യണം? സ്ഥലവുമായി ഇണങ്ങണം. മുസല്ല എന്നാണ് നിസ്കരിക്കുന്ന സ്ഥലത്തിനാണ് മുസല്ല അറിയാം. മുസല്ലയുമായി ഇണങ്ങണം നെറ്റിയിൽ നെൽപ്പം കൊണ്ട്. വെത്തമൈന്ന അടങ്ങി താമസിക്കലുമാണ്. വയനാല എത്തലുമാണ്. മുസല്ലാഹു നിസ്കരിക്കുന്ന സ്ഥലത്തിന് കത്തലുമാണ്. തിഖലു റസിഹി ഇതാണ് തിഖലുമാണ് യനാലിൻ്റെ ഫായിൽ. തലയുടെ വെയിറ്റ്. അതിൻ്റെ തല 5 കിലോ കാണുന്നുണ്ടെങ്കിൽ 5 കിലോ എവിടെ എത്തണം? ഭൂമിക്കാണ്ട് എത്തണം. മേപ്പെട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചരുത്. 4-മത്തെ